पूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्। स्वामिये शरणमय्यप्पा। സന്നിധിയിൽ കെട്ടും കെട്ടി സ്വാമി ശരണമയ്യപ്പ, കെട്ടുമുടി രണ്ടും കെട്ടി ശരണം ശരണമയ്യപ്പ, പൊന്നമ്പല ജ്യോതി കാണാൻ സ്വാമി ശരണമയ്യപ്പ, ഗുരുസാമിതൻ കാൽവണങ്ങി ശരണം ശരണമയ്യപ്പ, കൂട്ടമായി ശരണമിട്ട് സ്വാമി ശരണമയ്യപ്പ, നിൻ തിരുനട തേടി വന്ന് ശരണം ശരണമയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, മണ്ഡലത്തിൽ വ്രതമെടുത്ത് സ്വാമി ശരണമയ്യപ്പ, കണ്ടത്തിലൊരു മാലയിട്ട് ശരണം ശരണമയ്യപ്പ, കാൽനടയായി കയറി വന്ന് സ്വാമി ശരണമയ്യപ്പ, സന്നിധിയിൽ വണങ്ങി നിന്ന് ശരണം ശരണമയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, കാലദോഷ പാപം തീർത്ത് സ്വാമി ശരണമയ്യപ്പ, കാലകാല സുതനയോർത്ത് ശരണം ശരണമയ്യപ്പ, തത്വമസി പൊരുള് തേടി സ്വാമി ശരണമയ്യപ്പ, സത്യമായ പടി കയറി ശരണം ശരണമയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, ഇരുമുടിയിൽ കുറിവരച്ച് സ്വാമി ശരണമയ്യപ്പ, അരിയും അവലും അതിൽ നിറച്ച് ശരണം ശരണമയ്യപ്പ, നാളികേരം നെയ് നിറച്ച് സ്വാമി ശരണമയ്യപ്പ, ശിരസിൽ പള്ളി കെട്ടെടുത്ത് ശരണം ശരണമയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, ഹരിഹര സുഖ ശരണമയ്യപ്പ, വില്ലാളി വീരനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാഗതം ബഹൻജി. ഓം ശാന്തി. എല്ലാ തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ശബരിമല തീർത്ഥാടനത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു ചടങ്ങ്. പലരും അതിനെ പ്രാകൃതമെന്നോ അപരിഷ്കൃതമെന്നോ എന്നൊക്കെ വിളിക്കാറുണ്ട്. മനസ്സിലായി കാണും, പേട്ടതുള്ളൽ. പക്ഷെ ഞങ്ങൾക്ക് ഒരു ലഹരി തരുന്ന, ഒരു ആനന്ദ നൃത്തമാടുന്ന ഒരു അനുഭവമായിട്ടാണ്, ഒരു അനുഭൂതിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പേട്ടതുള്ളലിൽ അന്തർലീനമായ അർത്ഥങ്ങൾ വല്ലതും ഉണ്ടോ ബാജി? സാധാരണ നമ്മൾ തുള്ളിച്ചാടുന്നത് എപ്പോഴാണ്? സന്തോഷമുണ്ടപ്പോൾ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നല്ലേ പറയാം. അപ്പോൾ സന്തോഷമാണ്, നമ്മുടെ ആനന്ദമാണ് ആ തുള്ളിച്ചാട്ടമായിട്ട് പുറത്ത് വരുന്നത്. ആക്ച്വലി ഞങ്ങൾക്ക് അതന്നെയാണ് ഞങ്ങൾ ഫീൽ ചെയ്യുന്നതും, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുപോലെ നേരെ തിരിച്ച് നമ്മൾ മൂഡ് ഓഫ് ആകുമ്പോൾ ഉള്ളിൽ ദുഃഖവും അസ്വസ്ഥതയും ഫീൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും സമരം വിളിക്കുന്നത് പോലെ ഡള്ളാവും. നമ്മൾ ചോദിക്കില്ല എന്താ ഡള്ളായിട്ടിരിക്കണേ? ഡള്ളായിട്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളുടെ ആക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി, കാര്യക്ഷമത കുറയും. സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി, കാര്യക്ഷമത കൂടും. വിശപ്പ് പോലും നോക്കൂ, നമ്മളെല്ലാവരുടെയും കൂടെ സംസാരിച്ച് സന്തോഷമായിട്ട് സന്തോഷം പങ്കിടുമ്പോൾ നമുക്ക് വിശപ്പ് കൂടും. അപ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും. ചിലർ പറയില്ലേ, ചില ദിവസം മൂഡ് ഓഫ് ആയിരുന്ന ആദ്യം എന്താ പറയുക? ഓ, എനിക്കിന്ന് ഭക്ഷണം വേണ്ട, എനിക്കിന്ന് വിശപ്പില്ല
എൻ്റെ അർത്ഥം എന്താ? മനസ്സിൻ്റെ സ്ഥിതി നമ്മുടെ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു, വിശപ്പിനെ എങ്ങനെ ബാധിക്കുന്നത്, ബാക്കി കർമ്മേന്ദ്രിയങ്ങളെ എങ്ങനെ ബാധിക്കണേ. നമ്മൾ ഉഷാറായിരുന്ന കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യും, അപ്പോൾ സ്പീഡും കൂടും. മനസ്സ് സന്തോഷം കൊണ്ട് നിറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളുടെ സ്പീഡും കൂടും, കാര്യക്ഷമതയും കൂടും. നമ്മുടെ ഊർജ്ജസ്വലത, എനർജി ലെവൽ ഇൻക്രീസ് ആകുന്നു. അപ്പോൾ എനർജി ലെവൽ, മാനസിക ഊർജത്തിൻ്റെ നിലവാരം ഉയരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും, ഈ വണ്ടി കൂടുതൽ ആക്റ്റീവാകാനും സ്പീഡപ്പ് ആകാനും കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും തുടങ്ങും. അപ്പോൾ നമ്മൾ പെട്ടതുള്ളുമ്പോൾ സന്തോഷത്തിൻ്റെ നൃത്തമാണ്. ആ സന്തോഷം എവിടെ നിന്ന് വന്നതാണ്? മനസ്സിൽ നിന്ന്. ആ സന്തോഷം എങ്ങനെ ഉണ്ടായി? 41 ദിവസത്തെ വ്രതാചരണം, പരിശുദ്ധി നിറഞ്ഞ ജീവിതം, ആ ശുദ്ധമായ ജീവിതത്തിന് നമുക്ക് നൽകിയ ആനന്ദമാണത്. ആ ആനന്ദമാണ് നൃത്തമായിട്ട് പുറത്തു വരുന്നത്. അതോടുകൂടി വേറൊന്നിൽ കൂടിയിട്ട് ഞങ്ങൾക്ക് അനുഭവം പറയുകയാണേ, എനിക്കത് ശരിയോ തെറ്റോ എന്നറിയില്ല, മറ്റുള്ളവരുടെ കൂടെ കാണുമ്പോൾ അത് വേറെ ഒരു ആനന്ദം. ബാക്കിയുള്ളവർ ഞങ്ങൾ പോകുമ്പോൾ കണ്ടോ കൂട്ടായ്മയുടെ ആനന്ദം, അതിൽ നിന്ന് ഞങ്ങൾക്കൊരു ആനന്ദം കിട്ടാറുണ്ട്. അത് പൊതുവേ നമുക്ക് വീട്ടിലാണെങ്കിലും നോക്കൂ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ചിലപ്പം ഏകാന്തത എല്ലാ സമയത്തും നമുക്ക് ഇഷ്ടപ്പെടില്ല. ചിലപ്പോൾ നമ്മൾ ഡള്ളാവും. വീട്ടിലെല്ലാവരും കൂടെ വരുമ്പോൾ ഒരു സന്തോഷമാണ്. പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളിലൊക്കെ ജോലി സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ പോയവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അത് തന്നെ ഒരു ഉത്സവമാണ്. കാരണം ഉത്സാഹം നമുക്ക് നൽകുന്നതാണ്. അവിടെ എങ്ങനെ കുട്ടികളും വയസ്സന്മാരും എല്ലാം തുള്ളിച്ചാടുമ്പോൾ അറിയാതെ ഞങ്ങളും അങ്ങോട്ട് തുള്ളി പോവാ. ആ സ്ഥലത്ത് തന്നെ എന്തുകൊണ്ടാണ് തുള്ളിച്ചാടുന്നത്? അതറിയാത്തത്. അവിടെ പോകുമ്പോൾ അത് വരികയാണ്. പെട്ടതുള്ളലിൻ്റെ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ശബരിമലയിൽ പെട്ട തുള്ളാനായിട്ടൊരു സ്ഥാനം ഉണ്ടല്ലോ. ആ സ്ഥാനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഐതിഹ്യം എന്താണ്? അവിടെയാണ് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതെന്നാണ് പറയുന്നത്. മഹിഷിയെ നിഗ്രഹിച്ച സ്ഥലമാണ്. ഒരിക്കലും ഒരു അയ്യപ്പസ്വാമി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, സിസ്റ്റർ ഞങ്ങൾ മലയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് ഇവിടെ നമ്മൾ പെട്ടതുള്ളണേ, നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരും പറഞ്ഞു അത്ര ഇവിടെയാണ് മഹർഷിയെ കൊന്നത്. മഹർഷിയെ കൊന്നതല്ലല്ലോ, മഹിഷിയുടെ നിഗ്രഹം നടന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ടാണ് മഹിഷി നിഗ്രഹത്തിൻ്റെ സന്തോഷമാണ് നമുക്ക്. മഹിഷി അയ്യപ്പനാ കൊന്നേ, അതിന് നമ്മളെന്തിനാ സന്തോഷിക്കണേ? അയ്യപ്പന്മാരെ നമുക്ക് എല്ലാവർക്കും സന്തോഷം വരണ എപ്പോഴാണ് നമ്മൾ മഹിഷിയെ കൊല്ലുന്നത്. നമുക്കോരോന്ന്, കാരണം നമ്മളെല്ലാവരും അയ്യപ്പനല്ലേ വിളിക്കണം, നമ്മൾ സ്വാമിമാരാണ്. അപ്പം നമുക്ക് ഓരോ സ്വാമിമാർക്കും സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ആനന്ദം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മഹിഷി നിഗ്രഹം നടത്തണം. അതായത് നമ്മുടെ ഉള്ളിലുള്ള മഹിഷിയെ, നമ്മുടെ ഉള്ളിലുള്ള മഹിഷി ആരാണ്? നമ്മുടെ ഉള്ളിൽ മഹിഷവും ഉണ്ട്, മഹിഷിയുണ്ട്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഈ അസുരന്മാരുണ്ട്. ക്രോധത്തിൻ്റെ അസുരൻ, അഹങ്കാരത്തിൻ്റെ അസുരൻ, അസൂയയുടെ അസുരൻ, ആലസ്യത്തിൻ്റെ അസുരൻ, അലസതയുടെ, അശ്രദ്ധയുടെ ഈ അസുരന്മാരെ, കാമത്തിൻ്റെ അസുരൻ, ഈ അസുരന്മാരെ എപ്പോഴാണോ നമ്മൾ നിഗ്രഹിക്കുന്നത്, കൊല്ലുന്നത്, അസുരനെ കൊല്ലുകയാണ്, ഇല്ലാണ്ടാക്കുകയാണ്. ആ ആസുരീയതയുടെ നിഗ്രഹം നടക്കുമ്പോഴേ നമുക്കെന്ത് വരുള്ളൂ? സന്തോഷം ഉണ്ടാകുള്ളൂ. അതാണ് സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ആധാരം. കോപം കൊണ്ട് നമ്മൾ പറയാം ഉറഞ്ഞു തുള്ളാണ് ഇന്നാള്, അങ്ങനെയല്ലേ പറയുക? അതുണ്ടാക്കുന്ന തുള്ളൽ വേറെയാണ്. കോപം ഉണ്ടാക്കുന്നത് ചൂടാണ്. ആ ചൂടിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ് അവിടെ ആക്ഷനല്ല, റിയാക്ഷനാണ്. എന്തോ ഒന്ന് നേടിയ ഒരു സന്തോഷം. ശരിക്കും ഞങ്ങളുടെ അനുഭവം പറയണത് നേട്ടം എന്തിൻ്റെയാണ്? മഹിഷി ഇല്ലാതാകുമ്പോൾ നമുക്ക് നേട്ടം ഉണ്ടാകും. കോപം നമ്മളെ ജയിക്കാൻ എന്ത് വേണം? ശാന്തിയുടെ ശക്തി വേണം, സഹനശക്തി വേണം, ക്ഷമ വേണം. ആ ക്ഷമയുടെ ബലമാണ് നമുക്ക് ആനന്ദം നൽകുന്നത്. സഹനശീലതയുടെ ബലം, ആ ഗുണം നമുക്ക്, അതാണ് നമ്മുടെ നേട്ടം. ഗുണങ്ങളാണ് നമ്മുടെ നേട്ടം, ശക്തികളാണ് നമ്മുടെ നേട്ടം, വിവേകമാണ് നമുക്ക് നേട്ടം തരുന്നത്. ആ നേടിയതിൻ്റെ ആനന്ദമാണ് നമുക്ക് സന്തോഷം തരുന്നത്. പെട്ടതുള്ളാൻ വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചിട്ട് പോയിട്ടാണ് തുള്ളണേ ഇവിടെ ഡാൻസ് കളിക്കണേ? അല്ലല്ലോ. ഡാൻസ് പഠിച്ചിട്ടല്ല നമ്മൾ അവിടെ ഡാൻസ് കളിക്കണം. അത് ശരീരത്തിൻ്റെ നൃത്തമല്ല എന്നർത്ഥം. അതെ, മനസ്സിൻ്റെ ആനന്ദ നൃത്തം, ശരീരത്തിൻ്റെ അല്ല. അവിടെ എല്ലാവരും, നേരത്തെ സ്വാമി പറഞ്ഞ പോലെ കൊച്ചുകുട്ടിയും വൃദ്ധനും ചെറുപ്പക്കാരും എല്ലാവരും ഒരേപോലെ ചൂട് വയ്ക്കുകയാണ്. അതെ. അപ്പം അത് മനസ്സിൻ്റെ ആനന്ദം നമുക്ക് നൽകുന്ന നൃത്തമാണ്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ എന്തൊരു സന്തോഷമാണ് പോകുന്നത്. ഇപ്പം ഈ എൻ്റെ ഇത് കണ്ടാൽ തന്നെ ബേഞ്ചിക്ക് അറിയാം, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം വരുന്നുണ്ട്. അതെ. അപ്പം ആ സന്തോഷം നമുക്ക് എല്ലായ്പ്പോഴും നിലനിൽക്കണമെങ്കിൽ ആനന്ദം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം ജീവിക്കുന്നതേ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ. ലൈഫിൻ്റെ അൾട്ടിമേറ്റ് എയിം ഒബ്ജക്റ്റ് എന്താ?
എല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? സുഖമായിട്ടിരിക്കാൻ, സന്തോഷമായിട്ടിരിക്കാൻ, ബി ഹാപ്പി. പക്ഷെ ബി ഹാപ്പി ആകണമെങ്കിൽ എന്ത് വേണം? മഹിഷി നിഗ്രഹം നടക്കണം. അത് ഈ 41 ദിവസം മാത്രം പോരാ, പിന്നെയോ എപ്പോഴും, എല്ലാ സമയത്തും. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ മണ്ഡലകാലം നമുക്ക് ഭഗവാൻ ഒരു അവസരം തരാണ്. 41 ദിവസം മഹിഷി നിഗ്രഹം ചെയ്ത് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സുഖം കിട്ടുന്നുണ്ട്. നമ്മളെല്ലാ മഹിഷിയെയും നിഗ്രഹിക്കുകയാണ്. വേണ്ടാത്തത് കഴിക്കുന്നത്, കുടിക്കുന്നത് നിഗ്രഹം, മോശമായ വാക്കുകൾ നിഗ്രഹം. കാരണം നമ്മൾ വാക്കുകളിൽ ശുദ്ധി കൊണ്ടുവരികയാണ്, വാക്ക് ശുദ്ധിയുള്ളവരെ. അതുകൊണ്ടല്ലേ നമ്മൾക്ക് പ്രസാദം തരികയാണ്. എല്ലാ ദിവസവും പ്രസാദം കിട്ടുമല്ലോ. ഭജനയ്ക്ക് ശേഷം പ്രസാദം കഴിച്ചാൽ പോകണം. പ്രസാദത്തിൽ തന്നെ നമുക്ക് മധുര നമുക്ക് തരണം. കാരണം നമ്മുടെ വാക്കുകൾ മധുരമായിരിക്കണം. മിതം, മധുരം, മൃദു, ഇതാണ് വാക്കുകൾക്കുള്ള ശുദ്ധി. അപ്പോൾ ഇപ്രകാരം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, വീട്ടിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും എല്ലാവരോടും ഇങ്ങനെ പെരുമാറാൻ തുടങ്ങുമ്പോൾ, കാരണം ഈ നാവ് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ദോഷം ഉണ്ടാക്കുന്നതും ഗുണം ഉണ്ടാക്കണം. അപ്പം ജീവിതം അനന്തപൂർണ്ണ ആകണമെങ്കിൽ ആദ്യം നമുക്ക് നിയന്ത്രണം വേണ്ടത്, നിഗ്രഹം നടത്തേണ്ടത് ഇവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്, നമ്മുടെ വാക്കുകളിൽ ഇല്ലേ. അപ്പോൾ ഇത് 41 ദിവസം മാത്രമല്ല. മലയിട്ടാൽ നമ്മളോട് പറയും നാവിനെ സൂക്ഷിക്കണമെന്ന്. നാവദോഷം ഉണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്യരുത്. കാരണം നാവദോഷമാണ് കർമ്മദോഷത്തിന് കാരണമായിട്ട് മാറണേ. അപ്പം ഈ പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിന്തകളിലെ ദോഷം ഇല്ലാണ്ടാക്കണം, നാവിലെ ദോഷം ഇല്ലാണ്ടാക്കണം, കർമ്മങ്ങളിലെ ദോഷം നമുക്ക് ഇല്ലാണ്ടാക്കണം അല്ലേ. ഇവയെല്ലാം, കെട്ടതിനെയെല്ലാം നമ്മൾ നിഗ്രഹിക്കുമ്പോൾ നമ്മുടെ ദുശീലങ്ങൾ, നിത്യേന കള്ളുകുടിക്കുന്ന ആളാണെങ്കിലും മലയിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നിയന്ത്രണം, അവിടെ നിഗ്രഹമാണ്. അപ്പം നമ്മൾ നമ്മുടെ ദുശീലങ്ങളെ, ദുസ്വഭാവങ്ങളെ, ദുർവികാരങ്ങളെ നിഗ്രഹിക്കാൻ തയ്യാറായാൽ നമുക്ക് ആനന്ദം ഉണ്ടാക്കും. കാരണം നമ്മൾ ആനന്ദ സ്വരൂപമാണ് ആത്മാവ്. ആത്മാവ് അതാണ്. കാരണം അതുകൊണ്ടല്ലേ ഭഗവാൻ പറയണേ, നീ അതാകുന്നു തത്വമസി, ഞാൻ ആനന്ദസാഗരമാണ്, ആനന്ദ സ്വരൂപമാണ്. കാരണം പരമാത്മാ പരമാനന്ദ സ്വരൂപമാണ്. ആ ആനന്ദസാഗരമായ ഭഗവാന്റെ മക്കളായി നമുക്ക്, നമ്മുടെയും സ്വധർമ്മം ആനന്ദം തന്നെയാണ്. ആനന്ദത്തിന് നോക്കൂ, ഓപ്പോസിറ്റായിട്ടൊരു വാക്ക് പോലും ഇല്ലേ. സുഖം ദുഃഖം നമ്മൾ പറയും, മാന അപമാനം, നിന്ദ സ്തുതി. ആനന്ദത്തിനെന്താ ഓപ്പോസിറ്റ്? വിപരീതമായൊരു ശബ്ദമേ ഇല്ല. അതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ഉയർന്ന അവസ്ഥ. സുഖം ദുഃഖം എന്ന് പറയും, ആനന്ദം ദുഃഖം നമ്മൾ പറയില്ലല്ലോ. ശരിയാണ്. അപ്പം അതിനെയാണ് ശാസ്ത്രങ്ങളിൽ പറയുന്ന തുരീയ അവസ്ഥ, ഏറ്റവും ഉയർന്ന സ്ഥിതി, മനസ്സിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ആനന്ദം. ആ ആനന്ദം നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഫീലിങ്സുകളാണ് നമുക്ക് ആനന്ദം തരുന്നത്. ഉള്ളിൽ നിന്ന് നല്ല ഫീലിംഗ് വരുമ്പോൾ, പോസിറ്റീവ് ഫീലിംഗ്, ആ ഉയർന്ന ഫീലിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സുഖമാണ് അത് ആനന്ദം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആനന്ദത്തിന് വേണ്ടി എന്താ ചെയ്യണം എല്ലാവരും? പല ലഹരികൾക്ക് അടിമയാവണം. അപ്പോഴും ഡാൻസ് കളിക്കും, കള്ളുകുടിയനും ഡാൻസ് കളിക്കും, പുകവലിച്ചുകൊണ്ടൊരു ഡാൻസ് ഉണ്ട്, കഞ്ചാവൻ ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഒറിജിനൽ ആനന്ദം. അതാണ് ഭഗവാൻ നമ്മളെ 41 ദിവസം ഈ ദിനചര്യയിലൂടെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരികയാണ്. മക്കളെ, ജീവിതത്തിലെ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ ഉള്ളി ശുദ്ധീകരണം നടത്തൂ. അഴുക്കെല്ലാം പുറത്തു പോകുമ്പോൾ നമ്മളുടെ നിജ ഗുണങ്ങൾ, നമ്മുടെ ഒറിജിനൽ ഫീലിങ്സുകൾ പുറത്തു വരും. ആ ഒറിജിനൽ ഫീലിംഗ്, കാരണം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, വിചാരങ്ങൾ, തോട്ട്സ്, ഒന്ന് നമ്മുടെ വിചാരങ്ങൾ നമുക്ക് നൽകുന്ന ഫീലിങ്സ്, സങ്കല്പങ്ങളാണല്ലോ ഫീലിംഗ് ഉണ്ടാക്കണേ. ആ ഫീലിങ്ങിനനുസരിച്ചായിരിക്കും നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ ആക്ഷൻ. ഇനി തോട്ട്സ് ഏതിൽ നിന്നാണ് വരണേ? ഒന്ന് നമ്മുടെ പാസ്റ്റ് സംസ്കാരം, പഴയ സ്വഭാവ സംസ്കാരങ്ങൾ എന്തുണ്ട് ഇതിൽ നമ്മൾ കൊണ്ടുവന്ന സ്വഭാവം, ശീലങ്ങൾ. ആ ശീലങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ചിന്തകൾ വരുന്നത്, ചിന്തകൾക്കനുസരിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഈ ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവന്ന സംസ്കാരം നമ്മളെ കൊണ്ട് ചില കർമ്മങ്ങൾ ചെയ്യിക്കും. അപ്പോൾ അന്തരാത്മാവിൽ ശുദ്ധീകരണം നടത്തും. നമുക്ക് ആനന്ദം എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെ നിഗ്രഹിക്കണം. കെട്ടതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുമുടിക്കെട്ടിൽ. മറ്റൊന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം. ഒന്ന് പഴയ സംസ്കാരം നമുക്ക് നമ്മളെക്കൊണ്ട് നിർബന്ധിച്ച് ചില തെറ്റുകൾ ചെയ്യിക്കുന്നത്. പിന്നെ നമുക്ക് ആനന്ദം ഉണ്ടാകണേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മവും സുഖദായിയായിട്ട് മാറണം. മറ്റുള്ളവർക്ക് നമ്മൾ ആനന്ദം കൊടുക്കണം. അപ്പം നമുക്ക് ആനന്ദം കിട്ടും. അപ്പം അതുകൊണ്ട് ആനന്ദത്തിന് വേണ്ടിയിട്ട് നമുക്ക് കള്ളുകുടിക്കുകയും വേണ്ട, പുകവലിക്കുകയും വേണ്ട. അതൊന്നും നമുക്ക് നൽകുന്നത് ആനന്ദമല്ല, പിന്നെയും സദാകാലത്തേക്ക് ജീവിതത്തെ ദുഃഖത്തിലേക്ക് തള്ളിയിട്ടാണ്. അതെ.
കള്ളു കുടിക്കുമ്പോൾ നമ്മളെല്ലാം മറക്കുക. എല്ലാം അങ്ങനെ മറക്കുകയാണ്, ബോധം നശിപ്പിക്കുകയാണ്. അതേസമയം പെട്ടതുള്ളിൽ നിന്നുണ്ടാകുന്ന ആനന്ദം എന്താണ്? ബോധം ഉദിക്കുമ്പം കിട്ടുന്ന ആനന്ദമാണ്. മറ്റേത് ഇരുട്ടിലേക്ക് പോയിട്ട് സുഖം കണ്ടെത്തുക. തമസല്ലോ സുഖപ്രദം, അതാണ് അവസ്ഥ. കള്ളു കുടിച്ചും പുകവലിച്ചും വേണ്ടാത്ത അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇരുട്ടിൽ പോയിട്ട് സുഖം കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ. ഇരുട്ടിൽ കുഴിയിൽ വീഴുകയാണ് നമ്മൾ. യഥാർത്ഥത്തിൽ വെളിച്ചം നമുക്ക് നൽകുന്ന സുഖം, തിരിച്ചറിവിൻ്റെ വെളിച്ചം. ഞാൻ ആരാണ്, ആരുടേതാണ്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ, ചെയ്യേണ്ടതാണോ നമ്മൾ ചെയ്യണേ, അതാണ് നമുക്ക് സുഖം നൽകണേ. അതാണ് ഓം ശാന്തി. പിന്നെ നമുക്ക് ശബ്ദം ഉണ്ടാവില്ല. ഞാൻ ഓമാണ്, ശാന്തസ്വരൂപമാണ്. അത് നമുക്ക് സുഖം നൽകും. നിൻ്റെ അകത്തെല്ലാം ഉണ്ട്. നീ അയ്യപ്പനാണ്, നീ സ്വാമിയാണ്. നിൻ്റെ അകത്ത് സുഖമുണ്ട്, നിൻ്റെ ഉള്ളിൽ ശാന്തിയുണ്ട്. നീ തന്നെയാണ് ആനന്ദസ്വരൂപം. ആ ആനന്ദ ഇത് കണ്ടെത്തൂ. അതിന് മൂന്നാമത്തെ കണ്ണ് തുറക്കൂ. അപ്പോൾ ബാക്കി എന്താകും? വേണ്ടാത്തതിനെല്ലാം നിഗ്രഹിക്കാൻ പറ്റും. അതുതന്നെയാണല്ലോ ദസറയ്ക്ക് നമ്മൾ കാണണേ. രാവണനെ കത്തിക്കും, കത്തിച്ചതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ആനന്ദം നൃത്തമാണ്. അയ്യപ്പൻ്റെ അടുത്ത പെട്ടതുള്ളൽ പോലെയാണ്. അവിടെ പിന്നെ ദസറ സമയത്ത് കണ്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ച് നോർത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, ഗ്രൂപ്പായിട്ട് കുടുംബസമേതം അച്ഛനും അമ്മയും മക്കളും കുട്ടികളും എല്ലാവരും ചേർന്നിട്ടുള്ള നൃത്തമാണ്. വലിയ മൈതാനത്തിലിറങ്ങി എല്ലാവരും കൂടെ അങ്ങ് നൃത്തം ചെയ്യുക. ആദ്യം രാവണനെ കത്തിക്കും, കത്തിച്ചതിന് ശേഷം ആനന്ദം നിർത്തുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലെ രാവണന്മാർ കത്തിപ്പോണം. രാവണൻ്റെ 10 തല എന്താണ്? 5 തലകളാണ്. സ്ത്രീയിലെ രാവണത്വ സ്വഭാവം, പുരുഷനിലെ രാവണത്വ സ്വഭാവം, പഞ്ചവികാരങ്ങളാണ്. അപ്പം നമുക്ക് ശരിക്കും ആനന്ദം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രാവണനെ കത്തിക്കണം. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ആ രാവണ കോലങ്ങളുണ്ട്, രാവണ സ്വഭാവങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം നമ്മൾ വർഷാവർഷം രാവണൻ്റെ കോലം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത്, പൈസ കൊടുത്ത് ചിലവാക്കി കോലം ഉണ്ടാക്കും. അവസാനം ആ ലക്ഷക്കണക്കിന് രൂപ കത്തിച്ച് കളയുകയും ചെയ്യും. രാവണൻ്റെ കോലം കത്തിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിലെ കോലം കത്തുന്നുണ്ടോ? രാവണൻ്റെ കോലം കത്തിച്ചു, നമ്മുടെ ഉള്ളിലെ രാവണത്വ സ്വഭാവങ്ങളെ കത്തിക്കുന്നുണ്ടോ? അപ്പോഴേ നമുക്ക് 10 ഹര, 10നെ കത്തിക്കുക, 10നെ കത്തിച്ച് കളയുക, കൊന്നുകളയുക. അപ്പോൾ 10 ഹരിക്കുമ്പോൾ 10നെ കൊന്നുകളഞ്ഞാൽ ആനന്ദം ഉണ്ടാവും. അതാണ് വിജയദശമി. അപ്പോഴാണ് വിജയം നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ. അപ്പോൾ അയ്യപ്പസ്വാമി നമുക്ക് ആ ശ്രേഷ്ഠ മാർഗം കാണിച്ചു തരാം. മക്കളെ, ആനന്ദ നൃത്തം ചെയ്യൂ ജീവിതത്തിൽ. പക്ഷെ ആനന്ദ നൃത്തം എവിടുന്നേ വരുള്ളൂ? രാവണനെ കൊന്നുകളഞ്ഞാലേ വരുള്ളൂ, മഹിഷിയെ നിഗ്രഹിച്ചാലേ വരുള്ളൂ. അപ്പോൾ ഈ മഹിഷി നിഗ്രഹവും പേട്ടതുള്ളലും നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദ നടനമായിട്ട് മാറണം. ആ ആനന്ദ നടനം നമുക്ക് ചെയ്യാൻ മഹിഷിയെ, മഹിഷത്തെ നിഗ്രഹിക്കണം. പിന്നെ നമുക്ക് കിട്ടുന്നത് ആനന്ദം എപ്പോഴാണ്? ആത്മാവിനപ്പോൾ പരമാത്മ പിതാവുമായിട്ടുള്ള യോജിപ്പിലൂടെ. അപ്പോഴാണ് യഥാർത്ഥ ഒന്ന് നമ്മുടെ ഉള്ളിലെ ആനന്ദം, ആത്മീയ ആനന്ദം. രണ്ടാമത്തെ ആനന്ദം ഏതാണ്? ആനന്ദസാഗരത്തിൽ ആറാടുമ്പം കിട്ടുന്ന ആനന്ദം, പരമാത്മസ്മൃതി. സ്വാമി പറഞ്ഞില്ലേ, ഞങ്ങൾക്കതൊരു ലഹരിയാണ്. ആ ലഹരി സ്മൃതിയിൽ നിന്നുണ്ടാകുന്നത്. ഒന്ന് ആത്മസ്മൃതി, ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ നിജഗുണങ്ങൾ എനിക്ക് നൽകുന്ന, എൻ്റെ സാത്വിക സ്വഭാവം എനിക്ക് നൽകുന്ന സന്തോഷം. അതാണ് ഈ മണ്ഡലകാലത്ത് കിട്ടുന്ന 41 ദിവസത്തിലൂടെ. പിന്നെ സന്നിധാനത്തിലെത്തുമ്പം കിട്ടുന്ന, ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ, ശ്രീകോവിലിന് മുന്നിലെത്തുമ്പം കിട്ടുന്ന ആനന്ദം, അത് പരമാനന്ദമാണ്. പരമാത്മസ്മൃതിയിലൂടെ കിട്ടുന്ന ആനന്ദം. ഒന്ന് ആത്മീയാനന്ദം, രണ്ടാമത്തത് പരമമായ ഈശ്വരിൽ നിന്ന് കിട്ടുന്ന ആനന്ദം. ഇതാണ് നമ്മുടെ ജീവിതത്തെ സദാ നൃത്തം ചെയ്യാൻ സഹായിക്കണം. എപ്പോഴും ജീവിതത്തെ സന്തോഷത്തിൽ വയ്ക്കാൻ സഹായിക്കും. കാരണം ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ നമുക്ക് ദുഃഖത്തിൻ്റെയും കടന്നു വരും. അല്ല, സാഹചര്യങ്ങൾ എപ്പോഴും സന്തോഷം തരുന്നതാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ സാഹചര്യങ്ങളിൽ പ്ലസ്സും മൈനസും വരും. പക്ഷേ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പ്രോപ്പർട്ടിയാണ്, നിജ സംസ്കാരമാണ്. അപ്പോൾ നോക്കൂ, ബിസിനസ്സിനിടയിൽ നമ്മുടെ പൈസ പോയി, കുറച്ച് ബിസിനസ്സിൽ നഷ്ടം വന്നു, പൈസയെ പോയിട്ടുള്ളൂ. ഏത് പോരുത്? സന്തോഷം പോരുത്. സന്തോഷം എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. പൈസ ഇനി അടുത്ത ബിസിനസ് ചെയ്താൽ ഉണ്ടാക്കാം. പക്ഷേ സന്തോഷം പോയാലോ അടുത്ത ബിസിനസ്സിൻ്റെ പ്ലാനിങ് പോലും ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സന്തോഷം, ആനന്ദം എൻ്റെ നിജ സംസ്കാരമാണ്. അത് ആത്മാവിന് ഊർജം നൽകുന്ന ശക്തിയാണ്. ആ ശക്തിയെ തന്നെ ഞാൻ കളഞ്ഞു വിളിച്ചാലോ?
ഈ ബിസിനസ്സിൽ എവിടെയോ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ടാണ് നഷ്ടം ഉണ്ടായേ. ഈ നഷ്ടം ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് മൂഡ് ഓഫ് ആയിട്ടിരുന്ന എനർജി ലെവൽ താഴേക്ക് പോകും. ഇന്നെല്ലാവരും അങ്ങനെയല്ല, അയ്യോ എനിക്ക് നഷ്ടം സംഭവിച്ചല്ലോ, അയ്യോ എനിക്ക് കഷ്ടം സംഭവിച്ചല്ലോ. അപ്പം നമ്മൾ എത്ര നെഗറ്റീവ് ചിന്ത വരുന്നു, നഷ്ടബോധത്തിൻ്റെ കണക്കുകൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഊർജ്ജം ഉണ്ടാവില്ലേ. അപ്പം ജീവിതത്തെ എന്നും ആനന്ദകരമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വിചാരധാര എപ്പോഴും പോസിറ്റീവ് ആക്കണം. നമുക്ക് മുന്നിൽ വന്ന സാഹചര്യം നെഗറ്റീവിൻ്റെതാണെങ്കിൽ, അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് സംഭവിച്ചതിലെല്ലാം നല്ലത്, എല്ലാറ്റിലും നല്ലത് കാണാൻ, പോസിറ്റീവ് കാണുന്ന ഒരു ദൃഷ്ടികോൺ, ആ കണ്ണട ധരിക്കണം നമ്മൾ. ആ കണ്ണടയിലൂടെ കാര്യങ്ങളെ നോക്കാൻ തുടങ്ങുമ്പോൾ സന്തോഷത്തെ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താം. അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും നൃത്തം ചെയ്യിക്കും. ബഹൻജി, ആനന്ദം നൽകുന്ന പേട്ടതുള്ളൽ പ്രാകൃതമല്ല, പ്രകൃത്യ സ്മരണയെ ഉണർത്തുന്ന ആനന്ദമാണ് എന്ന് മനസ്സിലാക്കി തന്നു. വളരെ നന്ദി. ഓം ശാന്തി. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർദ്ദനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പുരഗവാഹനം സുന്ദരാനനം വരഗദായുധം ദേവവർണ്ണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണമയ്യപ്പ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ തുഭ്യം നമോ നമഃ. ഭക്തന്റെ സിരകളിൽ ഒഴുകുന്ന വ്രതപുണ്യമാ
ഓരോ മനുഷ്യനും ദേവനായി മാറുന്ന തത്വമായി തത്വമസി അരുളുകയാ. തത്വമസി തത്വമസി